പ്രധാനമന്ത്രി വസതിക്ക് മുൻപിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം. ഇന്നലെ CJP പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കുമെതിരായ ഡൽഹി പോലീസിന്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരരംഗത്ത് പിന്തുണയുമായി എത്തുന്നത്. രാകേഷ് കൂടി വിവരങ്ങൾ നൽകാനുണ്ട്. രാകേഷ്, അങ്ങനെ CJPക്ക് പരസ്യ പിന്തുണയുമായി ആദ്യമായാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പരസ്യമായി ഈ പ്രതിഷേധത്തിനൊപ്പം പങ്കുചേരുന്നതും ശക്തമായ നിലപാട് കൈക്കൊള്ളുന്നതും. എന്താണ് വിശദാംശങ്ങൾ? അതെ അരുണി, വിദ്യാർത്ഥി സമരത്തിന് ഇപ്പോൾ പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നലെ നടന്നിട്ടുള്ള പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ MP-മാർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുമ്പിൽ നിന്നാണ് ഈ മാർച്ച് ഇപ്പോൾ തുടങ്ങിയത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കാണ് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഏതായാലും റോട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് MP-മാർ. പ്രത്യേകിച്ച് നേരത്തെ CJP ആണ് ഈ സമരം തുടങ്ങിയത്. പ്രത്യേകിച്ച് പാർലമെന്റ് മാർച്ചൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഈ സമരത്തിന് വലിയ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഇന്നലെ പോലും കോൺഗ്രസിന് ചില ആശയക്കുഴപ്പങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സമരമൊക്കെ തന്നെ നിലവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തുമ്പോൾ അത് സർക്കാർ തന്നെ ആസൂത്രണം ചെയ്തതാണെന്ന തരത്തിലുള്ള തോന്നലുകൾ, വിമർശനങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അയോധ്യ വിഷയമൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് മറയ്ക്കാനുള്ള ശ്രമമാണോ എന്ന ചില ചിന്തകളും ആലോചനകളൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായി. പക്ഷെ അങ്ങനെയല്ല. പോലീസ് നടപടി, വലിയ തോതിലുള്ള പോലീസ് നടപടി, വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഏതായാലും ശക്തമായി ഉന്നയിക്കാൻ, ആ വിഷയം ഏറ്റെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരത്തെ ഒരു പ്രതികരണമൊക്കെ തന്നെ നടത്തിയതാണ്. കാരണം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ തന്നെ രാജിവെക്കണം. പ്രത്യേകിച്ച് ഡൽഹി പോലീസ് അമിത്ഷായ്ക്ക് കീഴിലാണ്. അപ്പോൾ അവർ ഉത്തരവാദിത്തമായിട്ട് രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി RML ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടു. കാരണം 20-കാരിയുടെ ഒക്കെ തന്നെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. പോലീസ് അതിക്രമത്തിൽ വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട് പലർക്കും. അപ്പോൾ അവരെയൊക്കെ സന്ദർശിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യഘട്ടങ്ങളും തന്നെ CJP സമരത്തിന് ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. പ്രത്യേകിച്ച് പിന്നീട് സോണിയാഗാന്ധിയാണ് ആ വിഷയം, പ്രത്യേകിച്ച് സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചതിന് പിന്നാലെയാണ് ആ സമരത്തേക്ക് അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് എത്തിയത്. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സോനം വാങ്ചുക്കിന്റെ പിതാവ് നിരാഹാരം ഇരുന്ന കാര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അത്തരം ഒരു നിലപാടിലേക്ക് എത്താൻ സോണിയാഗാന്ധി തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് രാജ്യസഭയിലൊക്കെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ ആ വിഷയമൊക്കെ തന്നെ ഉന്നയിക്കുന്നത് കണ്ടു. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അരുണ്യ, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവിടെ ഉണ്ട്. അവരടക്കമുള്ള കേരളത്തിൽ നിന്നടക്കമുള്ള MP-മാർ കൂടിയുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പരസ്യമായി CJPയുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പിന്തുണ അറിയിച്ചും ഡൽഹി പോലീസിന്റെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ഇന്നലത്തെ നരനായാട്ടിൽ പ്രതിഷേധിച്ചും അവർ പരസ്യമായി രംഗത്ത് വന്ന് ആ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. കൈകൾ ബന്ധിച്ചു പ്രതീകാത്മകമായുള്ളൊരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് ഡൽഹി പോലീസിനെതിരെ. ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു കോൺഗ്രസ് ഈ CJPയുടെ പ്രതിഷേധത്തിനെതിരെ. ഇപ്പോൾ ഒടുവിൽ അവർ പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചും പരസ്യമായി പിന്തുണ അറിയിച്ചും രംഗത്ത് വരുന്നു.